24/1/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ഒരു ബാബയുടെ ഡയറക്ഷൻ അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കൂ. എങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം ബാബയ്ക്കാണ്. ബാബയുടെ ഡയറക്ഷനാണ്. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും എന്നെ ഓർമ്മിക്കൂ. ചോദ്യം: ആരാണോ നല്ല ഗുണവാനായ കുട്ടികൾ, അവരുടെ മുഖ്യ അടയാളങ്ങൾ എന്തായിരിക്കും? ഉത്തരം: അവർ മുള്ളുകളെ പുഷ്പമാക്കുന്നതിൻ്റെ നല്ല സേവനം ചെയ്യും. ആരെയും മുള്ള് കൊള്ളിക്കുകയില്ല. ഒരിക്കലും പരസ്പരം കലഹിക്കുകയില്ല. ആർക്കും ദുഃഖം നൽകുകയില്ല. ദുഃഖം കൊടുക്കുന്നതും മുള്ള് കൊള്ളിക്കലാണ്. ഗീതം: ഈ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓം ശാന്തി. മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ ആത്മീയ കുട്ടികൾ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് ഈ ഗീതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി. നമ്പർ വൈസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ, ചിലർ ഫസ്റ്റ് ഗ്രേഡിൽ മനസ്സിലാക്കുന്നു, ചിലർ സെക്കൻഡ് ഗ്രേഡിൽ, ചിലർ തേർഡ് ഗ്രേഡിൽ. ഓരോരുത്തരുടെ വിവേകവും അവരവരുടേതാണ്. ഓരോരുത്തരുടെയും നിശ്ചയബുദ്ധിയും അവരവരുടേതാണ്. ബാബയാണെങ്കിൽ മനസ്സിലാക്കിച്ചു കൊണ്ടേയിരിക്കുന്നു. എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ മനസ്സിലാക്കൂ, ശിവ് ബാബയാണ് ഇദ്ദേഹത്തിലൂടെ ഡയറക്ഷൻ നൽകുന്നത്. നിങ്ങൾ പകുതി കൽപ്പം ആസുരീയ ഡയറക്ഷൻ അനുസരിച്ച് നടന്നു വന്നു. ഇപ്പോൾ ഇങ്ങനെ നിശ്ചയം വരുത്തൂ, നമ്മൾ ഈശ്വരീയ ഡയറക്ഷൻ അനുസരിച്ച് നടക്കുകയാണ്. അപ്പോൾ തോണിക്ക് അക്കരെ എത്താനാകും. അഥവാ ഈശ്വരീയ ഡയറക്ഷനാണ് എന്ന് മനസ്സിലാക്കാതെ മനുഷ്യൻ്റെ ഡയറക്ഷനാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ കുഴങ്ങിപ്പോകും. ബാബ പറയുന്നു, എൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് നടക്കുന്നതിലൂടെ പിന്നെ ഞാനാണല്ലോ റെസ്പോൺസിബിൾ. ഇദ്ദേഹത്തിലൂടെ എന്തെല്ലാം ഉണ്ടാകുന്നോ അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റിക്ക് ഞാൻ തന്നെയാണ് റെസ്പോൺസിബിൾ. അതിനെ ഞാൻ റൈറ്റ് ആക്കും. നിങ്ങൾ കേവലം എൻ്റെ ഡയറക്ഷനിലൂടെ നടക്കൂ. ആര് നല്ല രീതിയിൽ ഓർമ്മിക്കുമോ അവർ തന്നെയാണ് ഡയറക്ഷൻ അനുസരിച്ച് നടക്കുന്നത്. ഓരോ ചുവടും ഈശ്വരീയ ഡയറക്ഷനാണെന്ന് മനസ്സിലാക്കി നടക്കുമെങ്കിൽ ഒരിക്കലും നഷ്ടമുണ്ടാവുകയില്ല. നിശ്ചയത്തിൽ തന്നെയാണ് വിജയമുള്ളത്. ധാരാളം കുട്ടികൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. അല്പം ജ്ഞാനം വരുന്നതിലൂടെ ദേഹാഭിമാനം വന്നു പോകുന്നു. യോഗം വളരെയധികം കുറവാണ്. ജ്ഞാനം ഹിസ്റ്ററിയും ജോഗ്രഫിയും അറിയുന്നതാണ്. ഇത് സഹജമാണ്. ഇവിടെയും മനുഷ്യർ എത്ര സയൻസും മറ്റും പഠിക്കുന്നു. ഈ പഠനമാണെങ്കിൽ ഈസിയാണ്. പിന്നെ പ്രയത്നം യോഗത്തിൻ്റേതാണ്. ബാബ, നമ്മൾ യോഗത്തിൽ വളരെയധികം ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ബാബ അംഗീകരിക്കുകയില്ല. ബാബ ഓരോരുത്തരുടെയും ആക്ടിനെ നോക്കുന്നു. ബാബയെ ഓർമ്മിക്കുന്നവർ മോസ്റ്റ് ലവ്ലി ആയിരിക്കും. ഓർമ്മിക്കുന്നില്ല, അതിനാൽ തന്നെയാണ് തലതിരിഞ്ഞ പ്രവൃത്തി ഉണ്ടാകുന്നത്. വളരെയധികം രാപ്പകലിൻ്റെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഏണിപ്പടിയുടെ ചിത്രത്തിന്മേലും നല്ല രീതിയിൽ മനസ്സിലാക്കിക്കാൻ സാധിക്കും. ഈ സമയത്ത് മുള്ളുകളുടെ കാടാണ്. ഇത് പൂന്തോട്ടമല്ല. ഇത് ക്ലിയറായി മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഭാരതം പുഷ്പങ്ങളുടെ പൂന്തോട്ടമായിരുന്നു. പൂന്തോട്ടത്തിൽ എപ്പോഴെങ്കിലും കാട്ടുമൃഗങ്ങൾ വസിക്കുന്നുണ്ടോ? അവിടെയാണെങ്കിൽ ദേവി ദേവതയാണ് വസിക്കുന്നത്. ബാബ ഹയസ്റ്റ് അതോറിറ്റി തന്നെയാണ്. പിന്നെ ഈ പ്രജാപിത ബ്രഹ്മാവും ഹയസ്റ്റ് അതോറിറ്റിയായി. ഈ ദാതായാണ് ഏറ്റവും വലിയ അതോറിറ്റി. ശിവനും പ്രജാപിത ബ്രഹ്മാവും. ആത്മാക്കൾ ശിവബാബയുടെ കുട്ടികളാണ്. പിന്നെ സാകാരത്തിൽ നമ്മളെല്ലാ സഹോദരി സഹോദരന്മാരും പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനങ്ങളാണ്. ഇത് എല്ലാവരുടെയും ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ്. ഇങ്ങനെയുള്ള ഹയസ്റ്റ് അതോറിറ്റിക്ക് വേണ്ടി നമുക്ക് കെട്ടിടം ആവശ്യമാണ്. ഇങ്ങനെ നിങ്ങൾ എഴുതൂ:
പിന്നെ ബുദ്ധിയിൽ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കൂ. ശിവബാബയും പ്രജാപിതാ ബ്രഹ്മാവും ആത്മാക്കളുടെ പിതാവും സർവ മനുഷ്യരുടെ പിതാവും. ഈ പോയിന്റ് വളരെ നന്നായി മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടതാണ്. എന്നാൽ കുട്ടികൾ പൂർണ്ണ രീതിയിൽ മനസ്സിലാക്കിക്കുന്നില്ല, മറന്നു പോകുന്നു. ജ്ഞാനത്തിൻ്റെ ഗർവ് കയറുന്നു. ബാബ് ദാദയുടെ മേലും ജയം നേടുന്നത് പോലെ. ഈ ദാദ പറയുന്നു, എൻ്റേത് കേൾക്കാതിരുന്നുകൊള്ളൂ, എപ്പോഴും ശിവബാബയാണ് എന്ന് മനസ്സിലാക്കൂ. ആ ഒന്നിൻ്റെ മതമനുസരിച്ച് നടക്കൂ. ഡയറക്റ്റായി ഈശ്വരൻ മതം നൽകുന്നു, ഇന്നതെല്ലാം ചെയ്യൂ. റെസ്പോൺസിബിൾ ഞാനാണ്. ഈശ്വരീയ മതമനുസരിച്ച് നടക്കൂ. ഇദ്ദേഹം ഈശ്വരനൊന്നുമല്ല. നിങ്ങൾക്ക് ഈശ്വരനിൽ നിന്നും പഠിക്കേണ്ടതുണ്ടല്ലോ. എപ്പോഴും മനസ്സിലാക്കൂ, ഈ ഡയറക്ഷൻ ഈശ്വരനാണ് നൽകുന്നത്. ഈ ലക്ഷ്മി നാരായണനും ഭാരതത്തിലെ തന്നെ മനുഷ്യരായിരുന്നു. ഇവരുമെല്ലാം മനുഷ്യരാണ്. എന്നാൽ ഇവർ ശിവാലയത്തിൽ വസിക്കുന്നവരാണ്. അതിനാൽ എല്ലാവരും നമസ്കരിക്കുന്നു. എന്നാൽ കുട്ടികൾ പൂർണ്ണമായും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നില്ല. തൻ്റെ ലഹരി കയറുന്നു. ഡിഫക്റ്റ് ധാരാളം പേരിലുണ്ടല്ലോ. എപ്പോഴാണോ പൂർണ്ണമായും യോഗമുണ്ടാകുന്നത്, അപ്പോൾ വികർമ്മം വിനാശമാകും. വിശ്വത്തിൻ്റെ അധികാരിയാകുന്നത് ചിറ്റമ്മയുടെ വീട്ടിൽ പോകുന്നത് പോലെയല്ല. ബാബ കാണുന്നു, മായ പൂർണ്ണമായും മൂക്കിന് പിടികൂടി അഴുക്കു ചാലിൽ വീഴ്ത്തുന്നു. ബാബയുടെ ഓർമ്മയിലാണെങ്കിൽ വളരെ സന്തോഷത്തിൽ വിടർന്നിരിക്കേണ്ടതാണ്. മുന്നിൽ എയിം ഓബ്ജക്റ്റ് നിൽക്കുകയാണ്. നമ്മൾ ഈ ലക്ഷ്മി നാരായണൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. മറന്നു പോകുന്നതിലൂടെ സന്തോഷത്തിൻ്റെ രസം കയറുന്നില്ല. നമ്മളെ നിഷ്ഠയിൽ ഇരുത്തൂ. പുറത്ത് നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു. ഓർമ്മയിൽ ഇരിക്കുന്നില്ല. അതിനാൽ ഇടയ്ക്കിടയ്ക്ക് ബാബയും പ്രോഗ്രാം അയക്കുന്നു. പക്ഷേ ഓർമ്മയിൽ ഇരിക്കുന്നില്ല. ബുദ്ധി അവിടെയും ഇവിടെയും അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാബ തൻ്റെ ഉദാഹരണം പറയുന്നു. നാരായണൻ്റെ എത്ര ഉറച്ച ഭക്തനായിരുന്നു. എല്ലായിടത്തും ഒപ്പം നാരായണൻ്റെ ചിത്രമുണ്ടായിരുന്നു. എന്നിട്ടും പൂജയുടെ സമയത്ത് ബുദ്ധി ഇവിടെയും അവിടെയും ഓടുമായിരുന്നു. ഇതിലും ഇങ്ങനെ ഉണ്ടാകുന്നു. ബാബ പറയുന്നു, നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ബാബയെ ഓർമ്മിക്കൂ. എന്നാൽ ചിലർ പറയുന്നു, സഹോദരി നേഷ്ഠയിൽ ഇരുത്തണം, അതായത് യോഗത്തിൻ്റെ സ്ഥിതിയിൽ ഇരുത്തണം. നേഷ്ഠയ്ക്ക് അർത്ഥമൊന്നും തന്നെയില്ല. ബാബ എപ്പോഴും പറയുന്നു, ഓർമ്മയിലിരിക്കൂ. ചില കുട്ടികൾ നേഷ്ഠയിൽ ഇരുന്നിരുന്ന് ധ്യാനത്തിലേക്ക് പോകുന്നു. ജ്ഞാനവും ഇല്ല, ഓർമ്മയും നിലനിൽക്കുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഉറക്കം തൂങ്ങാൻ തുടങ്ങുന്നു. വളരെ പേർക്ക് ശീലമായിരിക്കുകയാണ്. ഇതായി അല്പകാലത്തെ ശാന്തി. അതിനർത്ഥം ബാക്കി മുഴുവൻ ദിവസവും അശാന്തി നിലനിൽക്കുന്നു എന്നാണ്. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ബാബയെ ഓർമ്മിക്കുകയില്ലെങ്കിൽ പാപങ്ങളുടെ ഭാരം എങ്ങനെ ഇറങ്ങും? പകുതി കൽപ്പത്തെ ഭാരമുണ്ട്. ഇതിൽ തന്നെയാണ് വലിയ പ്രയത്നമുള്ളത്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ബാബയെ ഓർമ്മിക്കൂ. ബാബയ്ക്ക് ധാരാളം കുട്ടികൾ എഴുതി അയക്കുന്നു. ഇത്രയും സമയം ഓർമ്മയിലിരുന്നു, പക്ഷേ ഓർമ്മ ഉണ്ടായിരിക്കുന്നില്ല. ചാർട്ടിനെ മനസ്സിലാക്കുന്നതേയില്ല. ബാബ പരിധിയില്ലാത്ത പിതാവാണ്, പതീത പാവനാണ്. അപ്പോൾ സന്തോഷത്തിലിരിക്കേണ്ടതാണ്. നമ്മൾ ശിവ് ബാബയുടേതാണല്ലോ എന്നത് പോരാ. നമ്മൾ ബാബയുടേതാണ് എന്ന് മനസ്സിലാക്കുന്നവരും ധാരാളമുണ്ട്. പക്ഷേ തീർത്തും ഓർമ്മിക്കുന്നതേയില്ല. അഥവാ ഓർമ്മിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പിന്നെ ആദ്യ നമ്പറിൽ പോകണമായിരുന്നു. ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിനും വളരെ നല്ല ബുദ്ധി ആവശ്യമാണ്. നമ്മൾ ഭാരതത്തിൻ്റെ മഹിമ ചെയ്യുന്നു. പുതിയ ലോകത്തിൽ ആദി സനാതന ദേവീദേവന്മാരുടെ രാജ്യമായിരുന്നു. ഇപ്പോൾ പഴയ ലോകമാണ്, അയൺ ഏജാണ്. അത് സുഖധാമം, ഇത് ദുഃഖധാമം. ഭാരതം ഗോൾഡൻ ഏജ് ആയിരുന്നപ്പോൾ ഈ ദേവതന്മാരുടെ രാജ്യമായിരുന്നു, ഇവരുടെ രാജ്യമായിരുന്നു എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും എന്ന് പറയുന്നു.
ഈ നോളജ് വളരെ വണ്ടർഫുള്ളാണ്. ആരുടെ ഭാഗ്യത്തിൽ എന്തുണ്ടോ, ആര് എത്രത്തോളം പുരുഷാർത്ഥം ചെയ്യുന്നുവോ അത് കാണുവാൻ കഴിയുന്നു. നിങ്ങൾ ആക്ടിവിറ്റിയിലൂടെ അറിയുന്നു. കലിയുഗത്തിലുള്ളവരും മനുഷ്യരാണ്, സത്യയുഗത്തിലുള്ളവരും മനുഷ്യരാണ്. പിന്നെ അവരുടെ മുന്നിൽ പോയി ശിരസ് നമിക്കുന്നത് എന്തിന്? ഇവരെ സ്വർഗത്തിൻ്റെ അധികാരി എന്ന് പറയുന്നുവല്ലോ. ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ ഇന്നയാൾ സ്വർഗവാസിയായി എന്ന് പറയുന്നു. ഇതും മനസ്സിലാക്കുന്നില്ല. ഈ സമയത്ത് എല്ലാവരും നരകവാസിയാണ്. തീർച്ചയായും പുനർജന്മവും ഇവിടെ തന്നെ എടുക്കും. ബാബ ഓരോരുത്തരുടെയും പെരുമാറ്റത്തിലൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ബാബയ്ക്ക് എത്ര സാധാരണ രീതിയിൽ ആരോടെല്ലാം സംസാരിക്കേണ്ടി വരുന്നു, പരിപാലിക്കേണ്ടി വരുന്നു. ബാബ എത്ര ക്ലിയറായി മനസ്സിലാക്കിക്കുന്നു. കാര്യം വളരെ ശരിയാണ് എന്ന് മനസ്സിലാക്കുന്നുമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് വലിയ വലിയ മുള്ളായി മാറുന്നത്? പരസ്പരം ദുഃഖം നൽകുന്നതിലൂടെ മുള്ളായി മാറുന്നു. ശീലം ഉപേക്ഷിക്കുന്നതേയില്ല. ഇപ്പോൾ പൂന്തോട്ടക്കാരനായ ബാബ പുഷ്പങ്ങളുടെ പൂന്തോട്ടം നട്ടുപിടിപ്പിക്കുന്നു. മുള്ളുകളെ പുഷ്പമാക്കിക്കൊണ്ടിരിക്കുന്നു. ആ ഒന്നിൻ്റെ ജോലി തന്നെ ഇതാണ്. ആരാണോ സ്വയമേ മുള്ളായിരിക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് പുഷ്പമാക്കുക? എക്സിബിഷനിലും വളരെ ശ്രദ്ധയോടെ വേണം ആരെയെങ്കിലും അയക്കുവാൻ. നല്ല ഗുണവാന്മാരായ കുട്ടികൾ ആരാണോ മുള്ളുകളുടെ പുഷ്പമാക്കുവാനുള്ള സേവ ചെയ്യുന്നത്, ആരെയും മുള്ളു കൊള്ളിക്കാത്തത്, അതായത് ആർക്കും ദുഃഖം കൊടുക്കാത്തത്, ഒരിക്കലും പരസ്പരം കലഹിക്കാത്തത്, കുട്ടികളായി നിങ്ങൾ വളരെ ആക്യുറേറ്റായി മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. ഇതിൽ ആരുടെയും ഇൻസൾട്ടിൻ്റെ കാര്യമേ ഇല്ല. ഇപ്പോൾ ശിവജയന്തിയും വരുന്നു. നിങ്ങൾ എക്സിബിഷൻ കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കൂ. ചെറിയ ചെറിയ എക്സിബിഷനിലും മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. ഒരു സെക്കൻഡിൽ സ്വർഗവാസിയാകൂ, അഥവാ പതീത ഭ്രഷ്ടാചാരിയിൽ നിന്നും പാവന ശ്രേഷ്ഠാചാരിയാകൂ. ഒരു സെക്കൻഡിൽ ജീവൻ മുക്തി പ്രാപ്തമാക്കൂ. ജീവൻ മുക്തിയുടെ പോലും അർത്ഥം മനസ്സിലാക്കുന്നില്ല. നിങ്ങളും ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ബാബയിലൂടെ സർവർക്കും മുക്തിയും ജീവൻ മുക്തിയും ലഭിക്കുന്നു. എന്നാൽ ഡ്രാമയെയും അറിയേണ്ടതുണ്ട്. എല്ലാ ധർമ്മവും സ്വർഗത്തിൽ വരികയില്ല. അവർ പിന്നെ അവരവരുടെ സെക്ഷനിലേക്ക് പോകും. പിന്നെ അവരവരുടേതായ സമയത്ത് വന്ന് സ്ഥാപന ചെയ്യും. വൃക്ഷത്തിൽ എത്ര ക്ലിയറാണ്. ഒരു സദ്ഗുരു അല്ലാതെ മറ്റാരും സദ്ഗതി ദാതാവുക സാധ്യമല്ല. പിന്നെ ഭക്തി പഠിപ്പിക്കുന്ന അനേകം ഗുരുക്കന്മാരുണ്ട്. സദ്ഗതിക്ക് വേണ്ടി മനുഷ്യ ഗുരു ഉണ്ടാവുക സാധ്യമല്ല. എന്നാൽ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിൻ്റെയും ബുദ്ധി ആവശ്യമാണ്. ഇതിൽ ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. ഡ്രാമയുടെ എത്ര വണ്ടർഫുൾ കളിയാണ്. നിങ്ങളിലും വളരെ കുറച്ചു പേരേ ഉള്ളൂ ഈ ലഹരിയിലിരിക്കുന്നത്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. രാത്രി ക്ലാസ് 18/3/68. നിങ്ങൾക്ക് വാസ്തവത്തിൽ ശാസ്ത്രങ്ങളുടെ മേൽ വാദപ്രതിവാദം നടത്തേണ്ട ആവശ്യമേ ഇല്ല. മുഖ്യമായ കാര്യം തന്നെ ഓർമ്മയുടേതാണ്. സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തെയും മനസ്സിലാക്കണം. ചക്രവർത്തി രാജാവാകണം. ഈ ചക്രത്തെ തന്നെയാണ് കേവലം മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ തന്നെ മഹിമയാണ് സെക്കൻഡിൽ ജീവൻ മുക്തി. കുട്ടികളായ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടാകും. പകുതി കൽപ്പം ഭക്തി നടക്കുന്നു. ജ്ഞാനം അല്പം പോലുമില്ല. ജ്ഞാനം ഉള്ളത് തന്നെ ബാബയുടെ അടുത്താണ്. ബാബയിലൂടെ തന്നെയാണ് അറിയേണ്ടത്. ഈ ബാബ എത്ര അൺകോമൺ ആണ്. അതിനാൽ കോടിയിൽ ചിലരാണ് വരുന്നത്. ആ ടീച്ചേഴ്സ് ഇങ്ങനെ പറയുകയൊന്നുമില്ല. ഈ ഒന്ന് പറയുന്നു, ഞാൻ തന്നെയാണ് പിതാവും ടീച്ചറും ഗുരുവും. അപ്പോൾ മനുഷ്യർ കേട്ട് അത്ഭുതപ്പെടും.
ഭാരതത്തെ മദർ കൺട്രി എന്ന് പറയുന്നു. കാരണം അംബയുടെ പേര് വളരെ പ്രസിദ്ധമാണ്. അംബയുടെ മേളയും വളരെയധികം നടക്കുന്നു. അംബ എന്നത് മധുരമായ വാക്കാണ്. ചെറിയ കുട്ടികളും മാതാവിനെ സ്നേഹിക്കുന്നുവല്ലോ. കാരണം മാതാവ് കഴിപ്പിക്കുന്നു, കുടിപ്പിക്കുന്നു, പരിപാലിക്കുന്നു. ഇപ്പോൾ അംബയുടെ ബാബയും വേണമല്ലോ. ഈ പുത്രി അഡോപ്റ്റഡ് ആണ്, പതിയൊന്നുമില്ല. ഇത് പുതിയ കാര്യമാണല്ലോ. പ്രജാപിത ബ്രഹ്മാവ് തീർച്ചയായും അഡോപ്റ്റ് ചെയ്യുന്നുണ്ടാകും. ഈ എല്ലാ കാര്യങ്ങളും ബാബ തന്നെയാണ് വന്ന് കുട്ടികളായി നിങ്ങളെ മനസ്സിലാക്കിക്കുന്നത്. അംബയുടെ എത്ര മേള നടക്കുന്നു, പൂജയുണ്ടാകുന്നു. കാരണം പുത്രി വളരെയധികം സർവീസ് ചെയ്തിട്ടുണ്ട്. മമ്മ എത്രത്തോളം പഠിപ്പിച്ചിട്ടുണ്ടാകുമോ അത്രയും മറ്റാർക്കും പഠിപ്പിക്കാൻ സാധിക്കില്ല. മമ്മയുടെ പ്രസിദ്ധി വളരെയധികമുണ്ട്. മേളയും വളരെയധികം നടക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, ബാബ തന്നെയാണ് വന്ന് രചനയുടെ ആദ്യ മധ്യ അന്ത്യത്തിൻ്റെ മുഴുവൻ രഹസ്യവും കുട്ടികളായ നിങ്ങളെ മനസ്സിലാക്കിച്ചത്. നിങ്ങൾക്ക് ബാബയുടെ വീടിനെക്കുറിച്ചും മനസ്സിലായി. ബാബയോടും സ്നേഹമുണ്ട്, വീടിനോടും സ്നേഹമുണ്ട്. ഈ ജ്ഞാനം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നു. ഈ പഠനത്തിലൂടെ എത്ര സമ്പാദ്യം ഉണ്ടാകുന്നു. അപ്പോൾ സന്തോഷം ഉണ്ടാകേണ്ടതാണല്ലോ. നിങ്ങൾ തികച്ചും സാധാരണമാണ്. ലോകത്തിന് അറിയില്ല. ബാബ വന്ന് ഈ നോളജ് കേൾപ്പിക്കുന്നു. ബാബ തന്നെ വന്ന് എല്ലാ പുതിയ പുതിയ കാര്യങ്ങളും കുട്ടികളെ കേൾപ്പിക്കുന്നു. പുതിയ ലോകം ഉണ്ടാകുന്നത് പരിധിയില്ലാത്ത പഠനത്തിലൂടെയാണ്. പഴയ ലോകത്തോട് വൈരാഗ്യം വരുന്നു. കുട്ടികളായ നിങ്ങളുടെ ഉള്ളിൽ ജ്ഞാനത്തിൻ്റെ സന്തോഷമുണ്ട്. ബാബയെയും വീടിനെയും ഓർമ്മിക്കണം. വീട്ടിലേക്ക് എല്ലാവർക്കും പോവുക തന്നെ വേണം. ബാബയാണെങ്കിൽ എല്ലാവരോടും പറയുമല്ലോ, കുട്ടികളെ, ഞാൻ നിങ്ങൾക്ക് മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും സമ്പത്ത് നൽകുവാൻ വന്നിരിക്കുന്നു. പിന്നെ മറന്നു പോകുന്നത് എന്തുകൊണ്ട്? ഞാൻ നിങ്ങളുടെ പരിധിയില്ലാത്ത പിതാവാണ്. രാജയോഗം പഠിപ്പിക്കുവാൻ വന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ശ്രീമത്തിലൂടെ നടക്കുകയില്ലേ? പിന്നെ വളരെ നഷ്ടമുണ്ടാകും. ഇത് പരിധിയില്ലാത്ത നഷ്ടമാണ്. ബാബയുടെ കൈ ഉപേക്ഷിച്ചുവെങ്കിൽ സമ്പാദ്യത്തിൽ നഷ്ടമുണ്ടാകും. ശരി, ഗുഡ് നൈറ്റ്. ഓം ശാന്തി. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: ഒരു ബാബയുടെ ഓർമ്മയിലൂടെ മോസ്റ്റ് ലവ്ലി ആകണം. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും കർമ്മം ചെയ്യുമ്പോഴും ഓർമ്മയിൽ ഇരിക്കുന്നതിൻ്റെ പ്രാക്ടീസ് ചെയ്യണം. ബാബയുടെ ഓർമ്മയിലും സന്തോഷത്തിലും വിടർന്നിരിക്കണം. ഓരോ ചുവടും ഈശ്വരീയ ഡയറക്ഷൻ അനുസരിച്ച് നടന്ന് ഓരോ കാര്യവും ചെയ്യണം. തൻ്റെ ഗർവ് അഥവാ ദേഹാഭിമാനത്തിൻ്റെ ലഹരി കാണിക്കരുത്. തലതിരിഞ്ഞ് ഒരു കാര്യവും ചെയ്യരുത്. കുഴങ്ങിപ്പോകരുത്. വരദാനം: സാധാരണ കർമ്മം ചെയ്യുമ്പോഴും ഉയർന്ന സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന സദാ ഡബിൾ ലൈറ്റായി ഭവിക്കട്ടെ. ഇതുപോലെ ബാബ സാധാരണ ശരീരമാണ് സ്വീകരിക്കുന്നത്. താങ്കൾ എങ്ങനെ സംസാരിക്കുന്നുവോ അതേപോലെ തന്നെ സംസാരിക്കുന്നു, അതേപോലെ തന്നെ നടക്കുന്നു. കർമ്മം സാധാരണം ആയിരുന്നാലും സ്ഥിതി ഉയർന്നതായിരിക്കുന്നു. ഈ പ്രകാരം കുട്ടികളായ താങ്കളുടെയും സ്ഥിതി സദാ ഉയർന്നതായിരിക്കട്ടെ. ഡബിൾ ലൈറ്റായി ഉയർന്ന സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് ഏതൊരു സാധാരണ കർമ്മവും ചെയ്യൂ. സദാ ഇത് സ്മൃതിയിലുണ്ടായിരിക്കണം. അവതരിച്ച അവതാരമായി ശ്രേഷ്ഠ കർമ്മം ചെയ്യുന്നതിനു വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ സാധാരണ കർമ്മം അലൗകിക കർമ്മത്തിലേക്ക് പരിവർത്തനപ്പെടും. സ്ലോഗൻ: ആത്മീയ ദൃഷ്ടിയുടെയും വൃത്തിയുടെയും അഭ്യാസം ചെയ്യുന്നവർക്ക് പവിത്രത സഹജമായി ധാരണ ചെയ്യുവാൻ സാധിക്കുന്നു. തൻ്റെ ശക്തിശാലി മനസ്സിലൂടെ സകാശ് നൽകുന്നതിൻ്റെ സേവനം ചെയ്യൂ. എത്രത്തോളം സ്വയം തന്നെ മനസ്സാ സേവനത്തിൽ ബിസിയാക്കി വയ്ക്കുമോ അത്രയും സഹജമായി
മായാജീത് ആകും. കേവലം സ്വയം പ്രതി ഭാവന വയ്ക്കുന്നവരായാൽ പോരാ, എന്നാൽ മറ്റുള്ളവരെയും ശുഭഭാവനയിലൂടെയും ശുഭകാമനയിലൂടെയും പരിവർത്തനപ്പെടുത്തുന്നതിൻ്റെ സേവനം ചെയ്യൂ. ഭാവനയും ജ്ഞാനവും സ്നേഹവും യോഗവും രണ്ടിൻ്റെയും ബാലൻസ് ഉണ്ടായിരിക്കട്ടെ. മംഗളകാരി ആയിക്കഴിഞ്ഞു. ഇപ്പോൾ പരിധിയില്ലാത്ത വിശ്വമംഗളകാരി ആകൂ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. പ്രകാശബിന്ദുവായ ആത്മാവിൽ മനസ്സും ബുദ്ധിയും സ്ഥിരമാക്കി പ്രിയപ്പെട്ട ബാബയെ ഏകാഗ്രതയോടെ ഓർമ്മിക്കുമ്പോൾ ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സ്നേഹത്തിൻ്റെ കിരണങ്ങൾ എനിക്ക് പ്രാപ്തമായി കൊണ്ടിരിക്കുന്നു. ഈശ്വരീയ സ്നേഹത്താൽ എൻ്റെ ഹൃദയം നിറയുന്നു. പരിധിയുള്ള മോഹമമത്വങ്ങൾ സാരരഹിതമാക്കുന്ന അനുഭവം വരുത്തുന്ന ഈ ഈശ്വരീയ സ്നേഹം എത്ര ഉയർന്നതും ദിവ്യവും തൃപ്തി നൽകുന്നതുമാണ്. സ്നേഹസാഗരത്തിൽ നിന്നും ഒരു തുള്ളി സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന അന്യ ആത്മാക്കൾക്ക് ഞാൻ ഈശ്വരീയ സ്നേഹം ദാനം ചെയ്യുകയാണ്. പ്രകൃതിയിലെ സൂര്യൻ സകാശിലൂടെ അന്ധകാരത്തെ അകറ്റി വെളിച്ചം വരുത്തുന്നത് പോലെ ആ ആത്മാക്കൾക്ക് നൽകി അവരെയും ഈശ്വരീയ സ്നേഹത്താൽ തൃപ്ത ആത്മാവാക്കി മാറ്റുകയാണ്.